ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പാർലമെന്റിൽ പ്രതിഷേധം 16 മണിക്കൂർ നീളുന്ന ചർച്ചയ്ക്കായി സഭ സമ്മേളിച്ച ഉടൻ പ്രതിഷേധം തുടങ്ങുകയായിരുന്നു. കന്യാസ്ത്രീമാരുടെ അറസ്റ്റിലും സഭയിൽ പ്രതിഷേധം ഉണ്ടായി. രാജ്യസഭ 12 മണിവരെ പിരിഞ്ഞു. കിരൺ ബാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. കിരൺ, ചോദ്യോത്തരവേളയ്ക്ക് ശേഷം ലോക്സഭയിൽ ചർച്ച തുടങ്ങുകയാണല്ലോ, അല്ലേ? അതിൽ മാറ്റമുണ്ടാവുകയില്ലല്ലോ? ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രതിപക്ഷത്തിന്റെ ബഹളമുണ്ട്. പ്രതിപക്ഷം പ്രധാനമായും ബഹളം ഉന്നയിച്ചത് ബീഹാറിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഉന്നയിച്ചാണ്. അതിൽ ആളുകളെ വ്യാപകമായി ഒഴിവാക്കിയത് ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിലെ. എന്നാൽ കേരളത്തിലെ എംപിമാർ രാവിലെ പാർലമെന്റ് കവാടത്തിന് പുറത്തും അകത്തും പിന്നീട് വലിയ പ്രതിഷേധമുയർത്തി. ആദ്യം UDF എംപിമാർ പാർലമെന്റ് കവാടത്തിന് പുറത്ത് പ്രതിഷേധമുയർത്തി. അത് ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകളെ നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു. അതിനുശേഷം പിന്നീട് ഇടത് എംപിമാരും പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധം ഉന്നയിച്ചു. അതിനുശേഷം പാർലമെന്റ് നടപടികൾ തുടങ്ങിയപ്പോഴും ഈ വിഷയത്തിൽ കേരള എംപിമാർ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് KC വേണുഗോപാലിന്റെയും കൊടുക്കുന്നിൽ സുരേഷിന്റെയും നേതൃത്വത്തിൽ പാർലമെന്റിനുള്ളിലും വലിയ ബഹളം ഉന്നയിച്ചു. ഈ വിഷയം അടിയന്തരമായി പരിഗണിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ ബഹളം വെച്ചത്. എന്നാൽ ഈ വിഷയം പരിഗണിക്കാവുന്ന നിലപാടല്ല സർക്കാർ സ്വീകരിച്ചത്. പിന്നീട് രാജ്യസഭ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 12 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ശരി, കിരൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ലോക്സഭയിൽ ഇന്ന് ഓപ്പറേഷൻ സിന്ദൂരിനെ കുറിച്ചുള്ള ചർച്ച തുടങ്ങേണ്ടതാണ്.